താലി ഏത് മെറ്റൽ കൊണ്ടാണ്? സ്വർണ്ണമല്ലേ? എന്തുകൊണ്ടാണ് സ്വർണം ഉപയോഗിക്കാൻ കാരണം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരിശുദ്ധിയുള്ള ലോഹമാണ് അത്. പവിത്രതയുടെ പരിശുദ്ധിയുടെ അടയാളമാണ് സ്വർണം. ഇനി ഈ താലിമേ കിടക്കണത് എന്താ കിടക്കണത്? കുരിശ്. എന്തുകൊണ്ടാണ് ആ കുരിശ് നെക്ലേസ് ഉപയോഗിച്ചില്ല, കുരിശ് ഉപയോഗിക്കാൻ കാരണം വരൻ വധുവിന്റെ കഴുത്തിൽ താലി കെട്ടുമ്പോ അവന്റെ മനസ്സെന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. കുടുംബജീവിതം കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഇത് 4 രഹസ്യങ്ങളാണ്. ഇപ്പൊ സന്തോഷത്തിന്റെ രഹസ്യമാണ്. എല്ലാവരും വന്നിട്ട് സമ്മാനം തരും, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയും, ശരിയല്ലേ? ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോ കുടുംബജീവിതം ഒരു സന്തോഷത്തിന്റെ രഹസ്യമാണ്. കുറച്ച് കഴിയുമ്പോൾ പ്രകാശത്തിന്റെ രഹസ്യമാണ്. പിന്നെ വരുമ്പോൾ ദുഃഖത്തിന്റെ രഹസ്യമാണ്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്താണ്? മഹിമയുടെ രഹസ്യം. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരെ, ചേച്ചിമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചുമാരെ, അപ്പോ താലിയുടെ അർത്ഥം കുടുംബജീവിതം. താലിയിലെ കുരിശിന്റെ അർത്ഥം കുടുംബജീവിതം. 4 രഹസ്യങ്ങളാണ്. സന്തോഷത്തിന്റെയും പ്രകാശത്തിന്റെയും ദുഃഖത്തിന്റെയും മഹിമയുടെ രഹസ്യമാണ്. അടുത്ത അർത്ഥം എന്താണെന്നറിയാമോ? താലി കെട്ടുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയണം, നമ്മുടെ ജീവിതം കുരിശിന്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഞാൻ നിനക്ക് ശിമയോനാകാം, നീ എനിക്ക് വെറോനിക്കയാവണം. താലി കെട്ടുന്നതിന്റെ അർത്ഥം എന്താണ്? ഞാൻ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ശിമയോനാകാം, നീ എനിക്ക് വെറോനിക്കയാവണം. അതിന് വിരിപ്പാവെന്ന് പറയും, മന്ത്രകോടി എന്നും പറയും. അത് വാസ്തവത്തിൽ ഭയങ്കര അർത്ഥമാണ്. അതായത് മാമൂദീസ നൽകിയപ്പോൾ നെഞ്ചത്തൊരു വെള്ളവസ്ത്രം ഇട്ട് തന്നിട്ടുണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞു, ഇത് ക്രൈസ്തവ പദവിയുടെ അടയാളമാണ്, മലിനമാവാതെ സൂക്ഷിക്കണം. അപ്പൊ ഇതൊരു വെർജിനിറ്റി, കന്യാത്വത്തിന്റെ ഒരു അടയാളം കൂടിയാണ്, വരപ്രസാദത്തിന്റെ അടയാളമാണ് ഈ കാര്യം. ഈ നിമിഷം മുതൽ എന്നാ പറഞ്ഞത്. അപ്പം ആ പള്ളിയിൽ വെച്ച് പറഞ്ഞ ആ നിമിഷം തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രം മതി. അതിനു മുൻപുള്ള കാര്യങ്ങൾ എവിടെ മോചിച്ചു? കെട്ടുകുമ്പസാരത്തിൽ തീർന്നു. ചെറിയൊരു ഉദാഹരണം പറയട്ടെ. മസ്കറ്റിൽ സലാല എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വെച്ച് ഞാൻ ഈ കെട്ടുകുമ്പസാരത്തെ കുറിച്ച് പറഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ഒരു 55 വയസ്സുള്ളൊരു സഹോദരൻ വന്നെ കെട്ടിപ്പിടിച്ച് കരയണേ. ഞാൻ ചോദിച്ചു, എന്താ? അച്ഛൻ കുറച്ചു മുമ്പ് കെട്ടുകുമ്പസാരം ചോർത്തരുത്, പറയരുതെന്ന് പറഞ്ഞില്ലേ? അത് ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭാര്യയും മക്കളും നാട്ടിലേക്ക് പോയച്ച. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? ഞങ്ങളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. അവള് ബോംബെയിലൊരു നേഴ്സായിരുന്നു. എനിക്ക് ഈ മധ്യവയസ്കിൽ ഒരു സംശയം വന്നു. ഈ 40 45 എന്ന് പറഞ്ഞത് ഒരു ക്രൈസിസ് പീരീഡാണ് സൈക്കോളജിയിൽ. ദാമ്പത്യ ജീവിതത്തിൽ ഈ 40 45 50 എന്ന് പറഞ്ഞൊരു ക്രൈസിസ് പീരീഡാണ്. അതായത് ആർത്തവ വിരാമത്തിൻ്റെ ഒക്കെ സമയം. ആ സമയത്ത് ചില ഭാര്യമാർക്ക് ഭർത്താവിനോട് സംശയം തോന്നും, ഭർത്താക്കന്മാർക്കും അതുപോലെ തോന്നും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ പ്രശ്നമാണ്. അപ്പം ഇയാൾക്ക് ഭാര്യയോട് സംശയം. എന്നിട്ട് ഇയാൾ കുത്തി ചോദിക്കും, എടി ബോംബെയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ചുരുക്കി പറഞ്ഞാൽ ബോംബെയിൽ വെച്ച് നടന്ന ഒരു കുമ്പസാര രഹസ്യം ഷെയർ ചെയ്തു. അതോടുകൂടി ഇയാളുടെ പിള്ളേരല്ല, ഒരാണും ഒരു പെണ്ണുമുണ്ട്, ജാരസന്തതികളാടി. നീ ബോംബെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഇത് എന്റേതൊന്നുമല്ല, ഇതെങ്ങനെയൊക്കെ ഉണ്ടാകാൻ, നീ നേഴ്സല്ലേ, നിനക്ക് എല്ലാ പരിപാടിയും അറിയാല എന്ന് പറഞ്ഞ് കുത്തുവാക്ക് പറയും. രാത്രിയായിട്ട് ഇയാളെ ഷോളിട്ട് കഴുത്തെ പിടിക്കും. ഇയാള് ഒരു ഭ്രാന്തനെ പോലെ ഷോളിട്ട് കഴുത്തെ മുറുക്കും, പിള്ളേരുടെ കഴുത്തിൽ മുറുക്കും. പേടിച്ചിട്ട് അവർ പോയി കളഞ്ഞതാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ, കുമ്പസാര രഹസ്യം ചോർത്തിയതാണ് എൻ്റെ കുടുംബജീവിതത്തിലെ ട്രാജഡി. അതുകൊണ്ട് അച്ഛൻ പേരൊന്നും പറയണ്ട, അച്ഛനിത് പറയണം, കല്യാണം കഴിക്കുന്ന ആൾക്കാരോട് പറയണം, ഒരിക്കലും എത്ര സ്നേഹമാണെങ്കിൽ പോലും കുമ്പസാരത്തിൽ പറഞ്ഞത് ഒരിക്കലും ഷെയർ ചെയ്യരുത്. വീട്ടിലുണ്ടാവേണ്ട പുണ്യങ്ങളെ കുറിച്ചാണ്. The beauty of home is cleanliness. The beauty of home is cleanliness. ഒരു വീടിന്റെ മനോഹാരിത അതിൻ്റെ ശുചിത്വമാണ്. നമ്മൾ ഒരു വീട്ടിൽ ചെന്ന പോലെ ഐശ്വര്യമുള്ള വീട് അല്ലേ, കോലം കെട്ട വീട്. പല കമന്റ് നമ്മൾ വയ്ക്കാറുണ്ട്. ഒരു വീട്ടിൽ ചെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഫ്രണ്ട് സൈഡും അതിൻ്റെ അല്ലേ ആ തോട്ടവും കാര്യങ്ങളും കണ്ടാലും മനസ്സിലാകും. അപ്പം മുറ്റം, വീടിൻ്റെ മുഖഛായയാണ് വീടിൻ്റെ മുറ്റം, ആ രൂപക്കൂടും ഒക്കെ, തിരുഹൃദയ പ്രതിഷ്ഠ അത്. അപ്പം നമ്മുടെ വീടിൻ്റെ ഉണ്ടാവേണ്ടത് ക്ലെൻലിനെസ്സാണ്.
അപ്പോൾ ഭാരതീയരായ നമുക്ക് 5 തരം ശുദ്ധിയുണ്ട്. പരിസരശുദ്ധി, ആഹാരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി, ശരീരശുദ്ധി. ഇത് കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നെന്താണ്? പരിസരശുദ്ധി. അത് നമുക്ക് ഭയങ്കര കൂടുതലാണ്. വഴി കൂടി പോകുമ്പോൾ ഒരു പോസ്റ്റിൻ്റെ അടുത്ത് ഒരു കിറ്റം കട ഇട്ടാലുണ്ടല്ലോ, വൈകുന്നേരം ആകുമ്പോൾ ഓരോരുത്തരായിട്ട് കൊണ്ടുവന്ന് ഇട്ട് അവിടെ ഒരു കൂടാരവും. ഇവിടെ ഇരിക്കണ നമ്മൾ തന്നെ വിദേശത്ത് പോയാലോ എന്ത് നീറ്റാണ്. അവിടെ 3 കളറിലുള്ള ബക്കറ്റുണ്ട്, അല്ലെങ്കിൽ കിറ്റുണ്ട്. കടലാസ് ഇടാൻ, ആഹാരം ഇടാൻ, അതുപോലെ ഗ്ലാസ് ഐറ്റംസ് ഇടാൻ. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യും. കാരണം എന്താണ്? പെനാൽറ്റി വരുവേ. ഇവിടെ അങ്ങനെയല്ല. നമ്മൾ അടുത്ത കോമ്പൗണ്ട് ഫ്രീ ആണെങ്കിൽ അവിടെ മുഴുവനും വലിച്ചെറിയണേന്ന്. പരിസരശുദ്ധി ഇത് ചെറുപ്പത്തിൽ പഠിക്കണം. ഞാൻ ഒരുപാട് രാജ്യത്തിൽ പോകുന്ന ആൾക്കാരാണ്. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചിലപ്പോൾ ഒരു സ്വീറ്റ് കഴിച്ചാൽ ആ കുട്ടികളത് പോക്കറ്റ് ഇടും. ഞാൻ ബസ്സിൽ പോകുമ്പോൾ ആ ടിക്കറ്റ് ഞാൻ താഴെ ഇടില്ല, ഞാൻ പോക്കറ്റ് ഇടും. ഞാൻ സാധാരണ എൻ്റെ ലോഹയുടെ അകത്ത് ഇടും. എന്നിട്ട് ഞാൻ ആശ്രമത്തിൽ ചെന്നിട്ട് വേണ്ടി ഇടും. കാരണം ഇത് നമുക്ക് കിട്ടിയൊരു പരിസരശുദ്ധിയാണ്. വീട്ടിൽ തന്നെ കിട്ടണേ. വീട്ടിൽ നിന്ന് കിട്ടണം. അമ്മിഞ്ഞപ്പാലിലൂടെ കിട്ടേണ്ടത് MG യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടില്ല. ചിലത് അമ്മിഞ്ഞപ്പാലിൽ നിന്ന് കിട്ടണം. വാട്ട് നേച്ചർ കനോട്ട് ഗീവ്, സലമങ്ക യൂണിവേഴ്സിറ്റി കനോട്ട് സപ്ലൈ എന്ന് ഇംഗ്ലീഷിലുണ്ട്. അതായത് പ്രകൃതി കൊടുക്കേണ്ടത് സ്പെയിനിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടില്ലെന്നും. അപ്പോൾ അമ്മിഞ്ഞപ്പാലിലൂടെയൊക്കെ നമുക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതാണ് പരിസരശുദ്ധി. പരിസരശുദ്ധി ഒട്ടുമില്ല. ഞാൻ ഒരു കാലത്ത് ഈ ഹോളി ലാൻഡിൽ കൊണ്ടുപോകും. ഹോളി ലാൻഡിൽ കൊണ്ടുപോകുമ്പോൾ ആദ്യമേ ട്രെയിനിങ് ഉണ്ട്. 5 നക്ഷത്ര ഹോട്ടലിൽ കൊണ്ടുവരും, എങ്ങനെ ഭക്ഷണം കഴിക്കണം, എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ പഠിപ്പിക്കും. പക്ഷേ നായ കടലിൽ ചെന്നാലും നക്കിയ കുടിക്കോളൂന്ന് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ ട്രിപ്പിന് കൊണ്ടുപോയിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ലഗേജിനൊക്കെ സ്റ്റിക്കർ തരും. അത് ഓരോ മുറിയിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്റ്റിക്കർ തരും. നമ്മുടെ ആൾക്കാർ സ്റ്റിക്കർ മേടിച്ചിട്ട് പൊളിച്ച് താഴേക്ക് ഇടും. അപ്പോൾ അവിടെ റിസപ്ഷനിൽ ഇരിക്കുന്ന ആൾക്കാർ പറയും, ഇന്ത്യൻസ് ഹാവ് കം, ഡേർട്ടി പീപ്പിൾ, ഡേർട്ടി പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് വല്ലതും മനസ്സിലാവുക? എനിക്ക് മനസ്സിലായി. ഞാൻ എന്ത് ചെയ്യും? ഈ സ്റ്റിക്കറെല്ലാം പെറുക്കി എൻ്റെ ലോഹയിലിടും. ഞാനാരായി? ഫാദർ പെറുക്കി. ആരാണ് ഞാൻ? ഫാദർ പെറുക്കിയാണ് ഈ ടൂറിൽ. അപ്പൊ ഇവര് വിചാരിച്ചേക്കണത് ഈ കൊണ്ടുപോണ ലെൽസൺ ചോദിച്ചാൽ പെറുക്കിക്കോളൂന്ന്. ഇനി ഭക്ഷണം കഴിക്കണത് എങ്ങനെയാണ്? ഏമ്പൊക്കെ ഇടണേ. അതായത് നമ്മളിങ്ങനെ ആക്രാന്തമാണ്. ഓരോ സാധനം എടുത്താൽ പോലെ ഇതിങ്ങനെ തട്ടിപ്പൊത്തി ഈ യൂറോപ്പിൽ വെച്ച ഭക്ഷണം നമ്മൾ വേസ്റ്റ് ആക്കണമെന്നാണ് ഏറ്റവും വലിയ ഒഫൻസ്. ഹോളി ലാൻഡ് ടൂറിന് പോകുമ്പോൾ ഇങ്ങനെ കിടക്കണേന് പലതരം ഐറ്റംസ് ഉണ്ടാകും. അത് ആവശ്യം. ഒരു വല്യപ്പൻ ഇങ്ങനെ കൈയൊക്കെ ചപ്പണ്, എന്നിട്ട് ഫോർക്ക് കൊണ്ട് പല്ല് കുത്തണേ. അവിടെ ഇരുന്ന് എല്ലാവരും ഇങ്ങനെ ചിരിക്കണേണ് നമ്മുടെ ഇത് കണ്ടിട്ട്. അപ്പോൾ ആഹാരശുദ്ധി വേണം. അത് ചെറുപ്പത്തിൽ പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ വാ പൊളിക്കരുത്. ചിലത് പന്നിക്കുട്ടി കയറണ പോലെ എടുത്തോ. ചിലത് നിങ്ങൾ പന്നീനെ പോലെയാണ് ഭക്ഷണം കഴിക്കണത്. ഇങ്ങനെ ചക്ക 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 എന്നിട്ട് തുപ്പിടിയൊക്കെ ചെയ്യും അവിടെ തന്നെ. ഇത് ചെയ്യരുത്. ഇത് ചെറുപ്പത്തിൽ പഠിപ്പിക്കണം. അതായത് ഭക്ഷണം സാവധാനത്തിൽ ചവച്ചരച്ച് തിന്നണം, അല്ലേ? ഇത് ചിലതങ്ങൾ തിന്നും, എന്നിട്ട് പല പെൻസിൽ പോലെ ഇരിക്കും. എവിടെ പോയി? പറമ്പിൽ പോയി. അപ്പം പരിസരശുദ്ധി, ആഹാരശുദ്ധി. 2 ശരീരശുദ്ധി. ശരീരശുദ്ധി വേണം. നമ്മുടെ പിള്ളേര് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കണത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റതുപോലെയാണ്. ശരിയല്ലേ? കർത്താവ് ഉയർത്തെഴുന്നേറ്റപ്പോൾ തിരശീല ചുരുണ്ട് കിടന്നിരുന്നു എന്നാണ് ബൈബിളിൽ പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ രാവിലെ കർത്താവ് ഉയർത്തെഴുന്നേറ്റ പോലെയാണ്. ഈ ബെഡ്ഷീറ്റൊക്കെ ചുരുണ്ട് അവിടെ കിടക്കും. പിന്നെ അമ്മയുടെ റോളാണ് ഇത് എടുത്ത് വെക്കണത്. അത് പഠിപ്പിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണ്ട് പാതെടുത്ത് വെക്കാൻ പറയും. ഇപ്പം ബെഡ്ഷീറ്റൊക്കെ മടക്കി വെക്കാനായിട്ട് പഠിപ്പിക്കണമെന്നേ. ഇത് നമ്മളുടെ കുഴപ്പമാണ്. അപ്പൻ്റെ അമ്മയുടെയൊക്കെ ആ ഒരു ട്രെയിനിങ്ങിൻ്റെ കുഴപ്പമാണ്. അപ്പോൾ നമ്മളുടെ, ഞാൻ പറഞ്ഞത് ക്ലെൻലിനെസ്, പരിസരശുദ്ധി. ഈ സാധനങ്ങളൊക്കെ ഇടേണ്ട സ്ഥലത്ത് ആ ബക്കറ്റിലിടാൻ പറഞ്ഞ അന്യൻ്റെ കോമ്പൗണ്ടിൽ. ആ മോനെ ചേട്ടൻ നടക്കാൻ പോ, ചേട്ടാ ഇതുകൂടി കൊണ്ടുപോയിക്കോ, ചേട്ടാ ഇതുകൂടി കൊണ്ടുപോയിക്കോ. ആ പ്ലാസ്റ്റിക് ഇട്ട് സകല വിശുദ്ധന്മാരും എൻ്റെ അകത്തുണ്ടാവും. അത് ചെയ്യരുത്. നമ്മൾ ഇപ്പോൾ പൊതുസ്ഥലത്ത് ഇടേണ്ടടുത്ത് മാത്രം ഇടുക, ദാറ്റ്സ് ഓക്കെ. വീട്ടിൽ അടുത്ത കോമ്പൗണ്ടിലേക്ക് ഇടരുത്. നമുക്ക് ഈ വേസ്റ്റ് തന്നെ ഉപയോഗിക്കാം. വേസ്റ്റ് മാനേജ്മെൻറ്റ് പഠിക്കണം. അത് നമുക്ക് ചെടികൾക്ക് ഉപയോഗിക്കാം, പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ചെയ്യരുത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ധ്യാനത്തിൻ്റെ ഒരു വിഷയം കൂടിയാണ് പരിസരശുദ്ധി. 2 ആഹാരശുദ്ധി. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മാനേഴ്സുണ്ട്. അടുത്ത ആൾക്ക് നിൽക്കണേ, അവിടെ പന്നീനെ പോലെ ചവച്ച് ശബ്ദം ഉണ്ടാക്കരുത്, തുപ്പിയിടരുത്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നിന്ന് തുമ്മുമ്പോൾ തൂവാല കൊണ്ടൊക്കെ വേണം. പിന്നെ ശരീരശുദ്ധി വളരെ പ്രധാനപ്പെട്ടതാണ്. ശരീരശുദ്ധി. നമ്മുടെ ശരീരം അത് പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്.
അത് നല്ല വെടിപ്പായിട്ട് വേണം. നമ്മളുടെ ഹിന്ദുക്കളൊക്കെ കണ്ടില്ലേ കുളിച്ച് ഈർന്നണിഞ്ഞിട്ട് അമ്പലത്തിൽ പോണത്. നമ്മൾ കുളിക്കല, അതുകൊണ്ടാണ് പള്ളിയിൽ കുന്തിരിക്കം പോക്കണത്. സത്യമായിട്ട് അത് തന്നെ. പക്ഷെ ഇപ്പോഴത്തെ കുന്തിരിക്കത്തിന് മണയില്ലല്ല, എന്തോ എൻഡോസൾഫാനാണെന്ന് തോന്നുന്നു ഇപ്പോൾ പോക്കണത്. പൊന്നു സഹോദരങ്ങളെ, കുളിക്കണത് കുളിച്ച് രാവിലെ കുളിച്ച് നമ്മൾ കണ്ടുപടിക്ക് നമ്മുടെ നമ്മുടെ മുസ്ലിംസ് പോലും പാദമൊക്കെ കഴുകിയിട്ട് അവർ കയറണാണ്. അവർ കൃത്യസമയത്ത് വരുന്നുണ്ടോ പള്ളിയിൽ? ഏതെങ്കിലും മുസ്ലിംസ് മോസ്കിൽ നിന്ന് സംസാരിക്കണം കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഹിന്ദുക്കൾ അമ്പലത്തിൽ പരിസരത്ത് നിന്ന് സംസാരിക്കണം കണ്ടിട്ടുണ്ടോ? നമ്മളെന്ത് ചെയ്യണേ? ഇവിടെ തന്നെ ഇരുന്ന് പള്ളിയുടെ അകത്തിരുന്ന് തന്നെ മൊബൈൽ ഫോൺ വിളിക്കണേ. കിളവന്മാർ പോലും ചെയ്യണേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കിളവൻ 3 പ്രാവശ്യം ഓടി ഈ സാധനം എടുത്തുകൊണ്ട്. അപ്പം നമ്മൾ ഈ സാധനം മാറ്റി വെക്കാൻ പാടില്ലേ? നമുക്ക് പള്ളിയിൽ ദേവാലയത്തിൽ വന്നിട്ട് അത് സൈലൻ്റായിട്ട് ഇടാൻ പാടില്ലേ? അപ്പോൾ ഇത് അച്ഛൻ പറഞ്ഞ ശരീരശുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. വീണ്ടും എന്തൊക്കെ പറഞ്ഞേക്കണത്? പരിസരശുദ്ധി, ആഹാരശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി. നമ്മുടെ മനസ്സ് വളരെ ക്ലിയർ ആയിരിക്കണം. നമ്മൾ കുർബാന അർപ്പിക്കാൻ പോരുമ്പോൾ ആരോടെങ്കിലും നീരസം ഉണ്ടെങ്കിൽ ബലിവസ്തു വെച്ച് രമ്യത മനസ്സ് ക്ലിയർ ആയിരിക്കണം. ഇതെങ്ങനെയാണ്? മരുമകളുമായിട്ട് വഴക്കിട്ടിട്ട് പള്ളിയിൽ പോയിട്ട് വരട്ടടിയുന്നു ഡയലോഗാണ്. ഞാനിപ്പോൾ 3-ാം മണി അടിച്ചു, നിന്റെ ഭാഗ്യവേടി പള്ളിയിൽ പോയിട്ട് വരട്ടെ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ചെറുപ്പക്കാരൻ എന്നോട് കമൻറ്റ് പറഞ്ഞു, എൻ്റെ അച്ഛാ, അമ്മ കുർബാന സ്വീകരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ പിശാചിനെ പോലെയാണെന്ന്. അതൊക്കെ വളരെ മോശമായിട്ടുള്ള കമൻ്റ് അല്ലേ? അമ്മ കുർബാനയും കഴിഞ്ഞ് വന്നാൽ പിശാചിനെ പോലെയാണെന്ന്. അപ്പോൾ എന്താ പ്രശ്നം? യൂദാസ് സ്വീകരിച്ചതുപോലെയാണ്. യൂദാസ് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു, അവനിലേക്ക് ആരാ കയറിയത്? സാത്താൻ കയറി. ഇനി വാക്ശുദ്ധി. നമ്മുടെ വാക്കുകൾ ശ്രദ്ധിക്കണം. ലോകത്തിൽ തോക്കുകൊണ്ടും വാളുകൊണ്ടും മരിച്ചതിനേക്കാളേറെ നാക്കുകൊണ്ടാണ് മരിച്ചതെന്ന് അച്ഛൻ ഇന്നലെ പറഞ്ഞു. ലോകത്തിൽ എല്ലാത്തിനെയും മെരുക്കിയിട്ടുണ്ട്, മെരുക്കാൻ പറ്റാത്ത ഒരാളെന്താണ്? നാവ്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 3-ാം അധ്യായം വായിച്ചാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്? ഒരു വീടിൻ്റെ മനോഹാരിത അവിടുത്തെ ശുചിത്വമാണ്. 5 കാര്യമാണ് പറഞ്ഞത്. പരിസരശുദ്ധി, ആഹാരശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി നമുക്കുണ്ടാവണം. 2, ദി ഓണർ ഓഫ് ഹോം ഈസ് ഫ്രണ്ട്ലിനെസ്. വീടിൻ്റെ ബഹുമതി അതിൽ സൗഹൃദമാണ്. ഇപ്പോൾ പാപ്പ എഴുതിയേക്കണ ഒരു ലേഖനമാണ് ഫ്രത്തേളി തൂത്തി. എന്താണ്? നമ്മുടെ ചൂച്ചിയല്ല, അത് ആംഗ്ലോ ഇന്ത്യൻസ് ചൂച്ചി എന്ന് വിളിക്കണം, അതല്ല. ഫ്രത്തേളി തൂത്തി പറഞ്ഞേ, ഫ്രത്തേളി തൂത്തി. എൻ്റെ ഈശോയെ, അത് പാപ്പ എഴുതിയേക്കണ, നമുക്ക് തന്നേക്കണ സാഹോദര്യത്തെക്കുറിച്ച് എഴുതിയേക്കണതാണ്. 133-ാം സങ്കീർത്തനയില്ലേ, സഹോദരീ സഹോദരന്മാർ ഒരുമിച്ച് സഹവസിക്കുന്നത് എത്രയോ സുമധുരമാണ്. അപ്പോൾ വാസ്തവത്തിൽ ഈ ഫ്രത്തേളി തൂത്തിയാണ് മാതാവിൻ്റെ ജീവിതം. മാതാവ് ഓടി ആരുടെ അടുക്കലേക്ക്? ഇളയമ്മയുടെ അടുക്കലേക്ക്. ശരിയല്ലേ? മാതാവ് ഓടുകയാണ്, ഉണ്ണിയേം കൊണ്ട് ഓടണേണ്. മാതാവ് കാനായിലെ കല്യാണം, കുരിശിൻ്റെ വഴി, കുരിശിൻ ചുവട്ടിൽ, ഇതെല്ലാം ഫ്രത്തേളി തൂത്തിയാണ്, ബന്ധങ്ങളാണ്. അപ്പോൾ ഒരു വീടിൻ്റെ മനോഹാരിത ശുചിത്വമാണ്. ഒരു വീടിൻ്റെ ബഹുമതി അവിടെയുള്ള സൗഹൃദമാണ്. അതാണ് സ്നേഹം കൊണ്ടൊരു വീട് പണിയാന്നുള്ള പാട്ട് നമ്മൾ അടുത്ത ദിവസം പാടാൻ പോകുന്നു. അവിടെ അകത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പനും അമ്മയും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം. ഇന്ന് നമ്മുടെ അച്ഛൻ്റെ ബ്രദർ LB, നമ്മുടെ നോർബിൻ അച്ഛൻ്റെ ബ്രദർ ഇവിടെയുണ്ട്. LB ഞാൻ ചെല്ലുമ്പോൾ നിലത്തിരിക്കണേ. LB പറഞ്ഞാണ്, ഞാൻ ഈ നിലത്തിരിക്കുമ്പോൾ എൻ്റെ അപ്പനും അമ്മേനൊക്കെ ഓർക്കണേന്ന്. പണ്ട് വീട്ടിൽ നിന്ന് ജോലിയും കഴിഞ്ഞ് വരുമ്പോൾ അപ്പൻ ജോലി സ്ഥലത്ത് പോയ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ ഒരുപാട്, അങ്ങനെ ആളവിടെ ഇരുന്നിട്ട് ഇങ്ങനെ എന്നോട് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ ഓർത്തു. കാരണം നമ്മൾ അന്ന് TV-യും കാര്യങ്ങളൊന്നുമില്ല. റേഡിയോക്ക് ലൈസൻസ് വേണമായിരുന്നു, സൈക്കിളിന് ലൈസൻസ് വേണമായിരുന്നു. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ റേഡിയോ എന്ന് പറയുന്ന ലക്ഷറിയാണ്. ചില വായനശാലകളൊക്കെ ഉണ്ട്, അവിടെ മാത്രമേ റേഡിയോ ഉണ്ടായിരുന്നുള്ളൂ. സന്തോഷ് ട്രോഫി ആദ്യം റേഡിയോയിലാണ് കേട്ടത്. സന്തോഷ് ട്രോഫി ആദ്യം ബോട്ടിനകത്തിരുന്ന്, അരുക്കുറ്റി പനങ്ങാട് ബോട്ടിരുന്ന് കമൻ്ററി കേട്ടതൊക്കെ ഞാൻ ഇന്ന് ഓർത്തു പോണേ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചത് ആ വീട്ടിലുള്ള സൗഹൃദം, അപ്പനും അമ്മയും ഒക്കെ കൂടിയിരുന്ന് വർത്താനം പറയും. ഇപ്പം ആരെങ്കിലും വർത്താനം പറയണ്ട? ആരാ വർത്താനം പറഞ്ഞത്? TV. ശാലോം TV-യിൽ, ശാലോം മാസികയിൽ ഒരു വന്നില്ലേ, ഉണ്ണീശോക്ക് എഴുതിയ കത്ത് ഓർക്കണ്ട? ഉണ്ണീശോയെ എന്നെ വീട്ടിലെ TV ആക്കി മാറ്റണേ. കേട്ടിട്ടില്ല? ഇല്ല. ഉണ്ണീശോയെ എന്നെ വീട്ടിലെ TV ആക്കി മാറ്റണേ.
അതായത് ഉണ്ണീശോയ്ക്കൊരു കത്തെന്നും പറഞ്ഞ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. ക്രിസ്മസിന് കൊച്ചു കുട്ടികൾക്ക് ഉണ്ണീശോയ്ക്കൊരു കത്തെന്നും പറഞ്ഞ് കോമ്പറ്റീഷൻ ഉണ്ടായി. അപ്പോൾ 40 പിള്ളേരുടെ പേപ്പർ കിട്ടിയിട്ട് ആ ചേച്ചി കാറ്റഗിസം ടീച്ചറിൽ നിന്ന് വായിക്കണേ. വായിച്ച് അവസാനത്തെ വായിച്ചിരുന്ന് കരയണേ. കരഞ്ഞപ്പോൾ ഭർത്താവ് എന്ന് ചോദിച്ചു, നീ എന്താണ് ഇത് വായിച്ചിരുന്ന് കരയണത്? ചേട്ടനൊന്ന് വായിച്ചു നോക്ക്. പുള്ളി വായിച്ചപ്പോൾ, എൻ്റെ സ്നേഹമുള്ള ഈശോയെ, പൊന്നീശോയെ, ഉണ്ണീശോയെ, എൻ്റെ വീട്ടിൽ ഡാഡിയും മമ്മിയും ചേട്ടനും ഞാനും ഉണ്ട്. ഡാഡി ഫുൾ ടൈം ടി വിയുടെ മുമ്പിലാണ്, അമ്മ അടുക്കളയിലാണ്, ചേട്ടൻ മൊബൈലാണ്, എന്നെ ആരും നോക്കാറില്ല. എല്ലാവരും ടി വിനെ നോക്കിയിരിക്കണേ. ടി വി കേടായാൽ പെട്ടെന്ന് നന്നാക്കുകയും ചെയ്യും. അതുകൊണ്ട് എൻ്റെ ഈശോയെ എന്നെ വീട്ടിലെ ടി വി ആക്കി മാറ്റണേ. അപ്പം ഈ ഭർത്താവ് പറഞ്ഞു, കൊള്ളാൽ ഇത് ആരാ എഴുതിയത്? നമ്മുടെ മോനാണ്. അപ്പോഴാണ് തിരിച്ചറിയണത്. അതാണ് ഞാൻ കരഞ്ഞത്. നമ്മുടെ വീട്ടിലെ കാര്യം ഇപ്പോഴാണ് മനസ്സിലാകണത്. അവനെ നമ്മൾ നോക്കണില്ല. അപ്പം നമ്മുടെ വീട്ടിൽ നമ്മൾ മാസത്തിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യും. എല്ലാവരും കൂടി ഇരുന്ന് പഴമക്കാർ കുറേ കാര്യങ്ങളൊക്കെ പറയട്ടെ, ഒന്ന് ഷെയർ ചെയ്യണം നല്ലതാണ്. ഇപ്പോൾ എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും മാസത്തിൽ ഒരിക്കലെങ്കിലും ഈ കൺവെൻഷന് ശേഷം ഒന്ന് ഒരുമിച്ച് കൂടി പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചു കൂടെ? മാസത്തിൽ ഒരിക്കൽ. വളരെ ചെറിയ കാര്യമാണ് തിരുഹൃദയനാഥൻ ഈ കൺവെൻഷനിലൂടെ നമ്മളോട് പറയുന്നത്. ഇപ്പോൾ വീട്ടിലെ ഓണർ, അവിടെയുള്ള ഫ്രണ്ട് സൗഹൃദമാണ്. ഈ കുട്ടികൾ പല സ്ഥലത്ത് പോകുന്നതാണ്, പല സ്ഥലത്ത് കല്യാണത്തിനൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നവരാണ്. ചില വീടുകളിലൊക്കെ പോയി കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ശരിയല്ലേ? സ്വന്തം വീട് പോലെ. ഞാൻ ചിലപ്പോഴൊക്കെ പോയിട്ടുണ്ട്. എനിക്ക് എൻ്റെ വീടിനേക്കാളും വലിയ സൗഹൃദമാണ് അവിടെയുള്ള കൂട്ടായ്മ. നമ്മൾ സ്വന്തം വീട് പോലെയാണ്. അങ്ങനെ ഫീൽ ചെയ്യണം. ഇത് ചിലപ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ വിരുന്നിന് വന്നു കഴിയുമ്പോൾ ഡയലോഗുണ്ട്, ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ നാത്തൂൻ വന്നല്ല. ഡയലോഗ് ഉടനെ ഒന്നും കൊണ്ടുവന്നില്ലെങ്കിൽ നാത്തൂൻ വന്നല്ല, തന്നില്ലെങ്കിലും തിന്നല്ല എന്ന്. അപ്പം തന്നെ ദഹിച്ചു പോവും. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യമാണ്. ഒന്നും കൊണ്ടുവന്നില്ലെങ്കിലും നാത്തൂൻ വന്നല്ല, തന്നില്ലെങ്കിലും തിന്നല്ല, ദഹിച്ചു പോകും ഉടനെ. അതൊരു സൗഹൃദമല്ല. വരുമ്പോൾ തന്നെ ഈ കടന്നൽ മുത്തിയ മോന്ത കാണിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. ഇവിടെ അല്ലട്ടാ, ചിറാപ്പുഞ്ചി. അതായത് വീട്ടിൽ നിന്ന് മകളൊക്കെ വരുമ്പോൾ എന്തോ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. മറിച്ച് ഒരു നാണയത്തിന് 2 പുറമുള്ളവരോട് ഭയങ്കര സ്നേഹത്തോടു കൂടി തന്നെ സ്വീകരിച്ച് അങ്ങനെ ചെയ്യുന്നവരുമുണ്ട്. അപ്പോൾ 2 വശങ്ങളുണ്ട് എന്ന് ഞാൻ പറയണേ. അപ്പോൾ വേണ്ടത് എന്താണ്? സൗഹൃദം നമുക്കുണ്ടാകണം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ടാകണം. 3, ദ ബ്ലെസ്സിങ് ഓഫ് ഹോം ഈസ് ഗോഡ്ലിനെസ്. ദൈവികതയാണ്. നമ്മുടെ വീട്ടിൽ എന്തുണ്ടെങ്കിലും അല്ലേ, ദൈവികത ഇല്ലെങ്കിൽ പോയി. ആ ദൈവികത, പ്രാർത്ഥന വേണം. കുടുംബ പ്രാർത്ഥന. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, സന്ധ്യാപ്രാർത്ഥനയുണ്ടായിരുന്നു, ജപമാലയുണ്ടായിരുന്നു. 5 മക്കളാണ്, ഓരോരുത്തർക്കും ഓരോ രഹസ്യം. അത് കഴിയുമ്പോൾ സ്തുതി പറയും. മോനെ സ്തുതി പറയാറുണ്ടോ? ജപമാല കഴിയുമ്പോൾ പറയാറുണ്ടാ? ഉണ്ടാ? കൊള്ളാം, നല്ല കാര്യം. കുഞ്ഞുങ്ങൾ നുണ പറയൂല. അത് സീനിയോറിറ്റി അനുസരിച്ചാണ് സ്തുതി പറയണത്. ഇപ്പം അതെല്ലാം മാറി. ഇപ്പം ടാറ്റ, സി യു, ഓക്കെ. ഇപ്പം അങ്ങനെയൊക്കെയാണല്ല. ഫ്ലൈയിങ് കിസ്. ഇപ്പം എല്ലാം ഫ്ലൈയിങ് കിസ്സൊക്കെ ആയി പോയി. പഴയ നല്ല കഷ്ടമൊക്കെ പോയില്ലേ? ദൈവികത. കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി പറഞ്ഞാണ്, അച്ഛാ എൻ്റെ മരുമോൻ ഒരിക്കലും സ്തുതി പറയില്ല. എൻ്റെ മരുമകൻ സാധാരണ നമ്മുടെ വീട്ടിൽ അല്ലേ, അപ്പം വന്ന ഒരു വിരുന്ന് എപ്പോഴും വരില്ല, വരുമ്പോൾ സ്തുതി പറയാറില്ലേ? പറയാറില്ല. അത് പോകാൻ നേരത്ത് നമ്മൾ സ്തുതി പറയും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് പരിചയമുള്ള അടുത്ത ബന്ധുവാണ്. ഭർത്താവും ഭാര്യയും കുഞ്ഞും കൂടി പോണ സമയത്ത് ആ കുഞ്ഞിനെ കൊണ്ടൊരു സ്തുതി പോലും കൊടുപ്പിക്കുന്നില്ല. അപ്പനോടും അമ്മയോടും പോയിട്ട് വരട്ടെ എന്ന് പോലും പറയാതെ വെറുതെ ഒരു സത്രത്തിൽ കയറി പോണ പോലെ പോവുകയാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് വിഷമമായി. എനിക്ക് ഫ്രീഡം ഉള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞു, മോനെ ഞാനിത് ഒബ്സർവ് ചെയ്തു, എന്നോട് വേറെ ആരും പറഞ്ഞിട്ടല്ല. അപ്പോൾ പറഞ്ഞാണ്, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനത്തെ ഒരു കഷ്ടമില്ല. ഇവള് കാറ്റഗിസം ടീച്ചറാണ്. ഇപ്പോൾ എന്ത് കാറ്റഗിസമാണ് ഇവള് പഠിപ്പിക്കണത്? ഇവള് കാറ്റഗിസം ടീച്ചറാണ്. ഈ കാറ്റഗിസം ടീച്ചർ ആയതുകൊണ്ടാണ് കല്യാണം കഴിച്ചത്. എന്നിട്ട് ഇവള് സ്തുതിയും പറയലോ ഒന്നും പറയില്ല. എന്ത് കാറ്റഗിസം? ഫണ്ടമെൻ്റലാണ്. അപ്പോൾ ദൈവികത ഉണ്ടാകണം. അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദ റിച്ച്നെസ് ഓഫ് ഹോം ഈസ് ചിയർഫുൾനെസ്. വീടിൻ്റെ സമൃദ്ധി അതിലെ സന്തോഷമാണ്. നമ്മളൊന്നും കഴിച്ചില്ലെങ്കിലും അല്ലെ, ആ വീട്ടിലുള്ള അപ്പച്ചനും അമ്മച്ചും മക്കളൊക്കെ കൂടിയുള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ 4 കാര്യങ്ങളാണ് അച്ഛൻ പറഞ്ഞത്. ഒരു വീടിൻ്റെ ഉള്ളിലുണ്ടാകേണ്ട പുണ്യത്തെക്കുറിച്ച് ഒരു ഫ്രഞ്ച് കവിതയാണ് പറഞ്ഞത്. 1, വീടിൻ്റെ മനോഹാരിത, അവിടുത്തെ ശുചിത്വമാണ്.
5 ശുചിത്വത്തെക്കുറിച്ച് അച്ഛൻ പറഞ്ഞു. പരിസരശുദ്ധി, ആഹാരശുദ്ധി, ശരീരശുദ്ധി, മനഃശുദ്ധി, വാക്ശുദ്ധി. രണ്ടാമത്തെ ഞാൻ എന്താ പറഞ്ഞത്? കുടുംബത്തിനുണ്ടാവേണ്ട സൗഹൃദം, അപ്പനും അമ്മയും മക്കളും തമ്മിലുള്ള ആ കൂട്ടായ്മ, ആ ഒരു കൂട്ടായ്മ. ശരിയല്ലേ? അപ്പച്ചൻ ചിലപ്പോൾ അപ്പൻ കുഞ്ഞുങ്ങളുടെ കളിക്കൂട്ടുകാരനാകണം, സ്നേഹിതനാകണം, ചങ്ങാതിയാവണം. അതൊക്കെ ഒരു ലെവലാണത്. അതൊരു ലെവലാണ്. നിൽക്കേണ്ട സ്ഥലത്ത് നിൽക്കുകയും ചെയ്യണം. അപ്പോൾ ഇന്ന് പുതിയ തലമുറയാണ്, അവരുടെ കൂടെ ചേർന്ന് അവരോടൊപ്പമൊക്കെ ആവാനായിട്ടുള്ള അതുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ബ്ലെസ്സിങ് ഓഫ് ഹോം ഈസ് ഗോഡ്ലിനെസ്, ദൈവികത. നമ്മുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന. ദ ഫാമിലി ദാറ്റ് പ്രേസ് ടുഗെദർ സ്റ്റേസ് ടുഗെദർ. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒരുമിച്ച് നിലനിൽക്കും. ഫ്രാൻസിസ് പാപ്പ പറഞ്ഞെന്താണ്? ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ മാതാവിൻ്റെ കൈക്ക് പിടിക്കുന്നു, ജപമാല കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കൈക്ക് പിടിക്കും. എത്ര നല്ല വാക്കാ! കുടുംബത്തിലെ കുർബാനയാണ് സന്ധ്യാപ്രാർത്ഥന. ബെനഡിക്റ്റ് 16 പാപ്പ പറഞ്ഞാണ്. ഇപ്പോൾ വണക്കമാസം നമ്മൾ ഉണ്ടായിരുന്നു. ഞാനിവിടെ ഓർക്കുന്നുണ്ട്, കറുകപ്പള്ളി അച്ഛനുള്ളപ്പോൾ അവസാനം നമ്മൾ പടക്കമൊക്കെ പൊട്ടി പാച്ചോറ് കൊടുക്കുന്ന കാര്യമൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വീണ്ടെടുക്കണം. എത്ര വണക്കമാസമുണ്ട്? ഈ അച്ഛന് സൂക്കേടാണ് ചോദ്യം ചോദിക്കുന്നത്. എത്ര വണക്കമാസമുണ്ട്? കറക്റ്റ് നമ്മുടെ ചേച്ചി പതിവ് പോലെ കൃത്യതയോടുകൂടിയേ പറയുള്ളൂ. 4 വണക്കമാസമുണ്ട്. യൗസേപ്പിതാവിൻ്റെ വണക്കമാസം, മാതാവിൻ്റെ വണക്കമാസം, തിരുഹൃദയത്തിൻ്റെ വണക്കമാസം. പിന്നെ നമ്മൾ സെപ്റ്റംബർ മാസത്തിൽ അല്ലേ? ശരിയല്ലേ? നവംബർ അല്ലേ? ആരുടെയാണ്? ശുദ്ധീകരണ സ്ഥലത്തിന് ആത്മാക്കളുടെ. ഇതൊക്കെ നമുക്ക് നേരത്തെയൊക്കെ ഈ പയസ് ആർട്ടിക്കിൾസ് വിൽക്കുമ്പോൾ ഈ വണക്കമാസം പുസ്തകമൊക്കെ വിൽക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. ഇത് വീണ്ടെടുക്കണം. അപ്പം അച്ഛനിത് പറഞ്ഞിട്ട് ഇനി പ്രധാനപ്പെട്ട 15 മിനിറ്റിലേക്ക് പോയിട്ട് നമ്മൾ വിവാഹം എന്ന കൂദാശയിലേക്ക് പോവുകയാണ്. അപ്പം ആ ഒരു കൂദാശയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ആദ്യം നിർവചനം പറഞ്ഞു. എന്താണ് വിവാഹം? വിശേഷാൽ വഹിക്കുക, വിശേഷാൽ സ്വീകരിക്കുക. ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ദാനം ചെയ്യുക. ദാമ്പത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ദാനം ചെയ്യലാണ്. അപ്പോൾ ദൈവം തരുന്ന മക്കളെ വളർത്താൻ വേണ്ടിയിട്ടാണ് വിവാഹം കഴിക്കുന്നത്. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണ്? തൽക്കാലം വേണ്ട. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഉണ്ട് കേട്ടോ, ചെറുപ്പക്കാരുടെ ഒരു ട്രെൻഡാണ് തൽക്കാലം വേണ്ട, അഡ്ജസ്റ്റ്മെൻറ്റ്, കൃത്രിമ പരിപാടി നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തിയിട്ട് ഒടുവിൽ ഇല്ലാതെ വന്ന ഒരുപാട് കേസുണ്ട്. കാരണം എല്ലാത്തിനും ഒരു പ്രായമുണ്ട്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? അതായത് എന്തുകൊണ്ടാണ് നമുക്കൊക്കെ ഇപ്പോൾ പിള്ളേരില്ലാണ്ട് പോണത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? അതേസമയം ചില സമുദായത്തിൽ ഇഷ്ടം പോലെ പിള്ളേരുണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ പിള്ളേരില്ല? ആലോചിക്കേണ്ട കാര്യമാണത്. എന്തുകൊണ്ട് നമ്മുടെ സമുദായത്തിൽ പിള്ളേരില്ല? അതിന് കാരണങ്ങളുണ്ട്. ഭക്ഷണ ക്രമീകരണങ്ങളാണ്. നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഫുഡിൻ്റെ അകത്ത് വാസ്തവത്തിൽ ഒരു കുഞ്ഞുണ്ടാവാനുള്ള സാധ്യത നഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കഴിക്കണം ബ്രോയിലർ ചിക്കൻ, അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്യണം എന്താണെന്ന് വിചാരിച്ചേക്കണം. നമുക്ക് കിട്ടുന്ന മീറ്റ്, നമുക്ക് കിട്ടുന്ന ഫിഷ്, കോയമ്പത്തൂരിൽ നിന്ന് വരുന്ന വെജിറ്റബിൾ, ഇതൊക്കെ ജീൻ മ്യൂട്ടേഷനെ തകരുന്ന പോയിസണസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ചിലർ വേണ്ടെന്ന് വെക്കുന്നു, ചിലത് നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പം തീർച്ചയായിട്ടും 127 സങ്കീർത്തനം ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്. ഇനി വത്തിക്കാൻ കൗൺസിൽ എന്താണ് പറഞ്ഞേക്കുന്നത്? സഭയിലേക്കും സമൂഹത്തിലേക്കും പൗരന്മാരെ പടുത്തുയർത്തുന്ന പരിശീലന ഘടനയാണ് കുടുംബം. കുടുംബം ഒരു സെമിനാരിയാണ്, കുടുംബം ഒരു ബാലവാടിയാണ്, കുടുംബം ഒരു ഗാർഹിക സഭയാണ്. ഇനി കൂദാശ, 7 കൂദാശയിൽ 2 പേർ ചേർന്ന് സ്വീകരിക്കുന്ന ഏക കൂദാശയാണ് ഏതാണ്? വിവാഹം. 4-ാം പ്രമാണം ആരെക്കുറിച്ചാണ് എഴുതി വെച്ചേക്കണത്? മാതാപിതാക്കളെ കുറിച്ചാണ് എഴുതി വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ബൈബിളിലൂടെ കടന്നു പോകുമ്പോഴും കൂദാശകളിലൂടെ കടന്നു പോകുമ്പോഴും ഒക്കെ എഴുതി വെച്ചേക്കണ ആരെക്കുറിച്ചാണ്? ദമ്പതികളെക്കുറിച്ചാണ്. അപ്പം ദമ്പതികളില്ലെങ്കിൽ കുടുംബമില്ല, കുടുംബമില്ലെങ്കിൽ രാഷ്ട്രമില്ല, മാർപ്പാപ്പയില്ല, ആരുമില്ല. 10-ാം പിയൂസിൻ്റെ ചരിത്രത്തിൽ ഒരു രസകരമായ സംഭവമുണ്ട്. 10-ാം പിയൂസ് മാന്തുവായിലെ മെത്രാനായിരിക്കുമ്പോൾ ഉച്ച സമയത്ത് വീട്ടിൽ ചെന്നു. പഴയൊരു കഥയാണ്. അപ്പം മെത്രാനച്ഛൻ അമ്മയുടെ മുൻപിൽ മോതിരം കാണിച്ചു. അമ്മ എന്ത് ചെയ്തു? സാരി തുമ്പോണ്ട് തുടച്ചിട്ട് അമ്മയുടെ മോതിരം കാണിച്ചിട്ട് പറഞ്ഞു, മോനെ, ഈ മോതിരം അമ്മ അണിഞ്ഞില്ലായിരുന്നെങ്കിൽ മെത്രാനച്ഛൻ്റെ മോതിരം ഒരിക്കലും നിനക്ക് കിട്ടില്ലായിരുന്നു. ശരിയല്ലേ? അപ്പോൾ വിവാഹം എന്ന കൂദാശ ഞാൻ സ്വീകരിച്ചത് കൊണ്ടാണ് മോൻ ജനിച്ചതും ഇപ്പം മെത്രാനായതും. എത്ര നല്ല ചിന്തയാണ് 10-ാം പിയൂസ് പാപ്പ നൽകിയത്. ഇനി അച്ഛൻ ചെറിയൊരു കഥ പറയാം. ഒരു കലാകാരൻ ലോകത്തിലെ സുന്ദരമായിട്ടുള്ള പടം വരക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ അയാൾ ദിവസവും വന്ന്
പള്ളിയിരുന്ന് പ്രാർത്ഥിക്കും. കാരണം പടത്തിന് വിഷയം കൊടുത്തിട്ടില്ല. ഏത് പടവും വരക്കാം, കോമ്പറ്റീഷനാണ്. ലോകത്തിലെ സുന്ദരമായ മനോഹരമായ പവിത്രമായ പടം വരക്കാം. 1 വർഷം കൊടുത്തിട്ടുണ്ട്. ഇയാൾ വന്ന് ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ വികാരിച്ചം കണ്ടു പതിവില്ലാതെ ഒന്ന് ഏറെ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ ചെറുപ്പക്കാരൻ. ഒരു ദിവസം പള്ളിമുറ്റത്തേക്ക് ഇയാൾ ഇറങ്ങിയപ്പോൾ ചോദിച്ചു, മോനെ ഞാൻ കഴിഞ്ഞ 2-3 മാസമായി മോൻ ഇവിടെ വന്ന് കുറേ സമയം പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഞാൻ പ്രാർത്ഥിക്കണോ? വേണ്ടച്ചാ. പിന്നെ എന്താണ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഉദ്ദേശം? അതെ, ഞാനൊരു കോമ്പറ്റീഷന് പോകാൻ പോവുകയാണ്. എന്താണ് അവ കോമ്പറ്റീഷൻ? അച്ഛാ, ഈ പള്ളിയിലെ പിക്ചറൊക്കെ വരച്ചത് എൻ്റെ അപ്പനാണ്. അപ്പോൾ അപ്പൻ്റെ ബ്ലഡിലൂടെ കിട്ടിയേക്കണ ഒരു വാസനയുണ്ട്, ഞാൻ വരക്ക് വെച്ചോ. അപ്പം ഞാൻ കോമ്പറ്റീഷന് ബുക്ക് ചെയ്തിട്ടുണ്ട്. ചിലവുള്ള കാര്യമാണ്. ആ കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ഇത്ര എമൗണ്ട് വെച്ച് കെട്ടണം. അപ്പോൾ എന്താണ് കോമ്പറ്റീഷൻ? ലോകത്തിലെ സുന്ദരമായ പടം വരക്കണം വെച്ചോ. അച്ഛൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ സുന്ദരമായ കാര്യം എന്താണ്? അച്ഛൻ പറഞ്ഞു വിശ്വാസം. വിശ്വാസമല്ലേ എല്ലാത്തിനും പ്രധാനപ്പെട്ടത്. സന്തോഷമായി. മുന്നോട്ട് പോകുമ്പോൾ ഒരു യുവതി വരുന്നു, ഒരു ന്യൂ ജെൻ വരുന്നു. ന്യൂ ജെന്നിനെ കണ്ട് വിഷ് ചെയ്തു, മോളെ ഞാനൊരു കലാകാരനാണ്, ഞാൻ പടം വരക്കാനായിട്ട് ആഗ്രഹിക്കണേണ്, നീ ഒരു ന്യൂ ജെന്നല്ലേ? ഇപ്പം അച്ഛനോട് ഞാൻ ചോദിച്ചു, അച്ഛാ ലോകത്തിലെ വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വിശ്വാസം എന്ന് പറഞ്ഞു. നിന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും നല്ല കാര്യം എന്താ? സ്നേഹം. യുവതി പറഞ്ഞു സ്നേഹം. അങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഒരു പോലീസുകാരൻ വരുന്നു. പോലീസുകാരനെ കണ്ടിട്ട് പറഞ്ഞു, ഗുഡ് ഈവനിങ് സാർ, സാറിൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ കാര്യം എന്താണ്? സമാധാനം. അപ്പം 3 കാര്യങ്ങൾ കിട്ടി. ലോകത്തിലെ സുന്ദരമായ കാര്യം എന്താണ്? വിശ്വാസം, സ്നേഹം, സമാധാനം. ഈ മനുഷ്യൻ ആ ഉച്ച സമയത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഈ കൊച്ചുമോൻ, ഒറ്റ മോനെയുള്ള അവൻ കാത്തിരിക്കണേ. കാരണം അവൻ്റെ ബർത്ത്ഡേ ആണ്. അവൻ്റെ ബർത്ത്ഡേ അവൻ പറഞ്ഞിട്ടുണ്ടായി, ഡാഡി പുറത്തു പോയി വരുമ്പോൾ എനിക്കൊരു കളിപ്പാട്ടം വാങ്ങിച്ചുകൊണ്ട് വരണം. അപ്പോൾ ഇവനിങ്ങനെ കാത് കുറിപ്പിച്ചിരിക്കുകയാണ്, ഡാഡി വരാൻ വേണ്ടിയിട്ട് കാത് കുറിപ്പിച്ചിരിക്കുകയാണ്. കോളിംഗ് ബെല്ല് അമർത്തിയ ഉടനെ വാതിൽ തന്ന് ഓടിച്ചെന്ന് ഡാഡി എന്നും പറഞ്ഞ് കെട്ടിപ്പിണർന്നു. അവൻ്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അച്ഛൻ പറഞ്ഞ കാര്യം കണ്ടു. എന്താണ്? കളിപ്പാട്ടം ഡാഡി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള വിശ്വാസം. ഒട്ടും താമസിയാതെ ക്ഷീണിതനായി വന്ന ഭർത്താവിന് തണുത്ത ഒരു ഗ്ലാസ് വെള്ളവുമായിട്ട് ഭാര്യ വന്നു. അവളുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ യുവതി പറഞ്ഞു തന്നോടുള്ള സ്നേഹം തുടികൊട്ടുന്നത് കണ്ടു. അവരുടെ മധ്യേ പോലീസുകാരൻ പറഞ്ഞ കാര്യം അനുഭവിച്ചറിഞ്ഞു. എന്താണ്? സമാധാനം, സന്തോഷം, മനഃശാന്തി. അന്നോളം വരക്കാത്ത ക്യാൻവാസിൽ ചായം ചാലിച്ച് വരച്ചു. എന്താണ് ആ ചിത്രം? വീടിൻ്റെ ചിത്രം, ഒരു ഭവനം. ഇപ്പോൾ ലോകത്തിലെ സുന്ദരമായ മനോഹരമായ പവിത്രമായ പടമാണ് വീട്, ഭവനം. ആ ഭവനത്തിൻ്റെ ഭാ പോയാൽ എന്താകും? ഭവനത്തിൻ്റെ ഭാ പോയാൽ എന്താകും? വനം. സന്ധ്യയാവുമ്പോൾ ചാക്കപ്പൻ വരും, ആടുപാമ്പേ നിന്നാടുപാമ്പേ. പിന്നെ ചാക്കപ്പൻ ചേട്ടൻ ഓളയിടും, കുറുക്കനെ പോലെയാകും, പിന്നെ കുരങ്ങനെ പോലെയാകും, പുലിയെ പോലെയാകും. മൈസൂർ മ്യൂസിയത്തിൽ പോകണ്ട. നമ്മുടെ ചില വീട്ടിലെ അപ്പച്ചന്മാര് സന്ധ്യക്ക് വന്ന് കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ വീടൊരു മ്യൂസിയം, വനം. അപ്പോൾ ഭവനം വനമാവരുത്, ഭാ നഷ്ടപ്പെടരുത്. എന്തുണ്ടാകണം? ഭവനമാവാൻ 3 കാര്യങ്ങൾ: ഭദ്രത, ഭവ്യത, ഭക്തി. അതാണ് അച്ഛൻ പഠിപ്പിക്കാൻ പോണത്. എന്തൊക്കെയാണ് 3 ഭാ? എൻ്റെ ദൈവമേ, കാടിവെള്ളം കുടിച്ച പോലെ ഇരിക്കുക. നാളെ ഞാൻ കുറച്ച് ബൂസ്റ്റ് കലക്കിക്കൊണ്ടുവരാൻ കേട്ടോ. ഭവനമാവാൻ 3 ഭാ. എന്താണ് ഭാ? ഭദ്രത, ഭവ്യത, ഭക്തി. ഒന്ന് പറഞ്ഞേ. ഭദ്രത, ഭവ്യത, ഭക്തി. ഒരു ഭവനമാവാൻ എത്ര പേര് വേണം വീട്ടിൽ? ചുരുങ്ങിയത് ഇങ്ങനെ കാണിച്ചിട്ട് മനസ്സിലാവണല്ലേ ആരൊക്കെയാണ്? അച്ഛൻ, അമ്മ, മക്കൾ. അച്ഛൻ, അമ്മ, മക്കൾ വേണം അല്ലേ? അച്ഛൻ വേണം. പണ്ടത്തെ പാഠം എന്താണ്? മലയാളം മീഡിയം. അച്ഛൻ പീഠത്തിന്മേലും മകൻ താഴെയും. പാഠം 1: അമ്മ എനിക്ക് കാച്ചിയ പാൽ തരുന്നു, പാൽ കുടിക്കാതിരുന്നാൽ അമ്മ കരയും. എന്തിനാണ് അമ്മ കരയുന്നത്? ഞാൻ അച്ഛനെ പോലെ ആവണം. പണ്ടത്തെ പാഠം. ഇപ്പോഴത്തെ പാഠം എങ്ങനെയാണ്? പാഠം 1: മകൻ പീഠത്തിന്മേലും അച്ഛൻ താഴെയും. അതാണ് ഇപ്പോഴത്തെ പാഠം. തലതിരിഞ്ഞ്. അപ്പം അച്ഛൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ആദ്യം അപ്പച്ചന്മാരെ കുറിച്ചാണ് പറഞ്ഞേട്ടാ. അച്ഛൻ്റെ അർത്ഥം എന്താണ്? അച്ഛൻ എന്നുള്ള വാക്ക് മലയാളമാണോ സംസ്കൃതമാണോ? അച്ഛൻ എന്ന വാക്ക് മലയാളമാണോ സംസ്കൃതമാണോ? ബുദ്ധിയുള്ള ആൾക്കാരൊന്നും മിണ്ടൂല. നിങ്ങൾ മാണാട്ടുപറമ്പുകാർ
നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ്. ക്യാമറ പറയട്ടെ. അച്ഛൻ അച്ഛൻ എന്ന വാക്ക് സംസ്കൃതമാണ്. അച്ഛൻ എന്ന വാക്കിൻ്റെ അർത്ഥം മാനം കാക്കുന്നവൻ, മാർഗം പറഞ്ഞു കൊടുക്കുന്നവൻ, നട്ടലിലുള്ളവൻ, നയിക്കുന്നവനെയാണ് അച്ഛൻ എന്ന് വിളിക്കുന്നത്. കേട്ടാ, വികാരി അച്ഛൻ, മെത്രാൻ അച്ഛൻ അല്ലെ ഉപയോഗിക്കണേണ്ട. അപ്പൊ നമ്മുടെ ഇടവകയുടെ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയ ഇടവകയുടെ മാനം കാക്കുന്നവനാണ് ആര്? നോർബിൻ അച്ഛൻ. വരാപ്പുഴ അതിരൂപതയുടെ മാനം കാക്കുന്ന വ്യക്തിയാണ് അഭിവന്യ ജോസഫ് കളത്തിപ്പറമ്പിൽ മെത്രാൻ അച്ഛൻ. അച്ഛൻ. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ മാനം കാക്കുന്നവനാണ്. കുടുംബത്തിന്റെ അഭിമാനം, അന്തസ്, ആഭിജാത്യം കാക്കുന്ന വ്യക്തികളെയാണ് അച്ഛാ, അപ്പാ എന്ന് വിളിക്കണം. അല്ലാത്തവനെ എന്തെന്ന് വിളിക്കണം? ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ്. നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടാത്താറിന് ഒരു കുഴപ്പമില്ല. മലയാളത്തിൽ ചേരുംപടി ചേർക്കുക എന്ന് പറയും. അപ്പൊ അപ്പച്ചന്മാരെ, നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കണം. അപ്പച്ചന്മാരെ എല്ലാവരും കുടുംബത്തിൻ്റെ, കാരണം നിങ്ങളിവിടെ വരാൻ കാരണം അത്രയ്ക്ക് നന്നായിട്ട് ജീവിക്കുന്ന അപ്പച്ചന്മാരാണ്. വളരെ സ്നേഹത്തോടെ ഒറ്റ ദിവസവും മുടക്കാതെ ഇവിടെ വന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ നല്ല അച്ഛന്മാരാണ്. കുടുംബത്തിൻ്റെ അന്തസ്സ്, ആഭിജാത്യം കാക്കുന്ന, നയിക്കുന്ന, മാർഗം പറഞ്ഞു കൊടുക്കുന്ന നട്ടലുള്ള അപ്പച്ചന്മാരാണ് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളെ ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുന്നു. അടുത്തത് അമ്മ. അമ്മയുടെ അർത്ഥം എന്താണ്? അമ്മയുടെ അർത്ഥം എന്താണ്? നമ്മളെ എപ്പോഴും വിളിക്കണ പേരെന്താണ്? അമ്മ. ആകാശത്തിൽ നോക്കിയാൽ പക്ഷികളുടെ ഇടയിൽ അമ്മയല്ലേ, മൃഗങ്ങളുടെ ഇടയിൽ അമ്മയല്ലേ, ആഴിയിലെ നോക്കിയാൽ അമ്മയല്ലേ, മനുഷ്യരുടെ ഇടയിൽ അമ്മയല്ലേ, കവിതകളിൽ അമ്മയല്ലേ, നോവലിൽ അമ്മയല്ലേ, നാടകത്തിൽ അമ്മയല്ലേ, എവിടെയും അമ്മയല്ലേ. ഒരു അപകടം വന്നാൽ വിളിക്കണത് ആരെയാണ് വിളിക്കണത്? അപ്പന്നാ. ഓക്കെ, അമ്മയെന്നാ വിളിക്കണത്. അപ്പം അമ്മയെന്ന് വെച്ചാൽ നന്മ, അനുകമ്പ, ആർദ്രത, സ്നേഹത്തിൻ്റെ പര്യായമാണ് അമ്മ. ഇനി മകൻ. കുഞ്ഞുവനെ നിന്നെ കുറിച്ചാണ് പറയണത്. മകൻ്റെ അർത്ഥം എന്താണ്? നന്ദനൻ. ലൂക്ക 2:52. മകൻ്റെ അർത്ഥം ആനന്ദം കൊടുക്കുന്നവൻ. അച്ഛൻ്റെ അർത്ഥം മാനം കാക്കുന്നവൻ. അമ്മ നന്മ. മകൻ്റെ അർത്ഥം എന്താണ്? ആനന്ദം കൊടുക്കുന്നവൻ. അപ്പനും അമ്മയ്ക്കും ആനന്ദം, സന്തോഷം കൊടുക്കുന്നവൻ. ഈശോ 12 വയസ്സ് തുടങ്ങി 30 വയസ്സ് വരെയും ഈശോയെക്കുറിച്ച് ഒറ്റ സെൻറ്റൻസേ എഴുതിയിട്ടുള്ളൂ. ലൂക്ക 2:52. അവൻ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ, ജ്ഞാനത്തിലും പ്രായത്തിലും പക്വതയിലും വളർന്നു. അപ്പോൾ നന്ദനനുമാകണം, നന്ദിനിയുമാകണം. നമ്മുടെ മക്കൾ നന്ദനനുമാകണം, നന്ദിനിയുമാകണം. അപ്പോൾ കുടുംബമാവാൻ അച്ഛൻ, അമ്മ, മക്കൾ. അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ. ഇനി കുടുംബജീവിതത്തിലേക്ക് വരുവാനുള്ള കൂദാശയാണെന്ത്? വിവാഹം. ഞാൻ വിവാഹത്തിൻ്റെ കാതലായ കാര്യത്തെക്കുറിച്ചും പറയാം. വിവാഹത്തിന് വരുന്നു, 2 സാക്ഷികളെ നിർത്തി നടക്കണ കർമ്മം ഒന്നും ബ്രഷപ്പ് ചെയ്യണമെന്നല്ലാണ്. അവിടെ എന്താ കൈമാറുന്നത്? താലി, മോതിരം, മന്ത്രകോടി എന്ന് പറഞ്ഞേ. എൻ്റെ ദൈവമേ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ ഭംഗിയായിട്ട് സാമാന്യം നല്ല സ്വരത്തിൽ പറഞ്ഞു. ഈശോയെ, പരിശുദ്ധാത്മാവേ, ദൈവസ്തുതി. നന്നായിട്ട് പറഞ്ഞു. അത്രയും മതി കേട്ടോ. അപ്പം താലിയുടെ അർത്ഥം എന്താണ്? താലി ഏത് മെറ്റൽ കൊണ്ടാണ്? സ്വർണ്ണമല്ലേ? എന്തുകൊണ്ടാണ് സ്വർണ്ണം ഉപയോഗിക്കാൻ കാരണം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരിശുദ്ധിയുള്ള ലോഹമാണ് അത്. പവിത്രതയുടെ പരിശുദ്ധിയുടെ അടയാളമാണ് സ്വർണം. ഇനി ഈ താലിമേ കിടക്കണത് എന്താ കിടക്കണത്? കുരിശ്. എന്തുകൊണ്ടാണ് ആ കുരിശ് നെക്ലേസ് ഉപയോഗിച്ചില്ല, കുരിശ് ഉപയോഗിക്കാൻ കാരണം വരൻ വധുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുമ്പോൾ അവൻ്റെ മനസ്സെന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. കുടുംബജീവിതം കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഇത് 4 രഹസ്യങ്ങളാണ്. ഇപ്പോൾ സന്തോഷത്തിൻ്റെ രഹസ്യമാണ്. എല്ലാവരും വന്നിട്ട് സമ്മാനം തരും, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയും. ശരി, ഒത്തിരി ഫോട്ടോസൊക്കെ എടുക്കും. അപ്പോൾ കുടുംബജീവിതം ഒരു സന്തോഷത്തിൻ്റെ രഹസ്യമാണ്. കുറച്ച് കഴിയുമ്പോൾ പ്രകാശത്തിൻ്റെ രഹസ്യമാണ്. പിന്നെ വരുമ്പോൾ ദുഃഖത്തിൻ്റെ രഹസ്യമാണ്. പക്ഷെ നമ്മുടെ ടാർഗറ്റ് എന്താണ്? മഹിമയുടെ രഹസ്യം. അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചേട്ടന്മാരെ, ചേച്ചിമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചുമാരെ, അപ്പോൾ താലിയുടെ അർത്ഥം കുടുംബജീവിതം. താലിയിലെ കുരിശിൻ്റെ അർത്ഥം കുടുംബജീവിതം. 4 രഹസ്യങ്ങളാണ്. സന്തോഷത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും മഹിമയുടെ രഹസ്യമാണ്.
അടുത്ത അർത്ഥം എന്താണെന്നറിയാമോ? താലി കെട്ടുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയാണ്, നമ്മുടെ ജീവിതം കുരിശിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയാണ്. ഞാൻ നിനക്ക് ശിമയോനാകാം, നീ എനിക്ക് വെറോനിക്കയാവണം. താലി കെട്ടുന്നതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ശിമയോനാകാം, നീ എനിക്ക് വെറോനിക്കയാവണം. ഇനി താലി ഇന്ത്യനാണ്, മോതിരം വെസ്റ്റേണാണ്. താലി ഇന്ത്യക്കാർ മാത്രമേ താലി കെട്ടുന്നുള്ളൂ. താലി ഇന്ത്യനാണ്, മോതിരം വെസ്റ്റേണാണ്. പക്ഷേ നമ്മൾ രണ്ടും കൂടി കൂടിയതാണ്. താലിയുമുണ്ട്, മോതിരമുണ്ട്. മനസ്സമ്മതത്തിന് മോതിരം കൈമാറും, ചിലപ്പോൾ വിവാഹത്തിന് തന്നെ രണ്ട് കൈമാറും. നമുക്ക് താലിക്ക് എന്തെന്നാ പറഞ്ഞത്? മംഗല്യസൂത്രം. ഒന്ന് പറഞ്ഞേ. മംഗല്യസൂത്രം കെട്ടുന്നതിന് മുൻപ് സൂത്രഗണന നടത്തണം. ഇത് ഭാരതീയ എക്സ്പ്ലനേഷൻ അച്ഛൻ പറഞ്ഞത്. മംഗല്യസൂത്രം കെട്ടുന്നതിന് മുൻപ് സൂത്രഗണന കെട്ടണം. അതായത് ഈ കല്യാണം കഴിക്കാൻ പോകുന്ന യുവതി യുവാക്കൾക്ക് എന്തെങ്കിലും പ്രണയമോ പഴയ ബന്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് വിച്ഛേദിക്കണം. അതാണ് സൂത്രഗണനം. നമുക്ക് കെട്ടുകുമ്പസാരം പിടികിട്ടിയ. അപ്പം നമുക്ക് സൂത്രഗണനം എന്ന് പറഞ്ഞാൽ എന്താണ്? കെട്ടുകുമ്പസാരം. എത്ര തരം കുമ്പസാരമുണ്ട്? ഇങ്ങോട്ട് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. 3 തരം. സാധാരണ കുമ്പസാരം, ആണ്ടുകുമ്പസാരം, കെട്ടുകുമ്പസാരം. കെട്ടുകുമ്പസാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കല്യാണം കഴിക്കുന്നതിന് മുൻപ് എന്നെ തന്നെ പൂർണ്ണമായിട്ട് വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുമ്പസാരം. നമ്മൾ അച്ഛനോട് പറയണം, അച്ഛ ഇതൊരു കെട്ടുകുമ്പസാരം. അപ്പോൾ അച്ഛൻ അത് അനുയോജ്യമായിട്ടുള്ള ഉപദേശമൊക്കെ തരും. ഇപ്പോൾ പ്രീക്കാന കോഴ്സിൽ പോകുമ്പോഴാണ് മിക്കവാറും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഈ കെട്ടുകുമ്പസാരം നടന്നത്. കെട്ടുകുമ്പസാരത്തിൽ പറഞ്ഞത് ആരോടും പറയരുത്. ഇത് ശ്രദ്ധിക്കണം കേട്ടോ. കെട്ടുകുമ്പസാരത്തിൽ പറഞ്ഞത് ഒരിക്കലും ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ ഷെയർ ചെയ്യരുത്. പള്ളിയിൽ വെച്ച് ബൈബിളിൽ കൈവച്ചുകൊണ്ടും കൈകോർത്ത് പിടിച്ചുകൊണ്ടും ഓരോ ലിറ്റർജിയുടെ ഭാഗമാണ്. ഇപ്പോൾ സിറിയൻ റീത്തിൽ ബൈബിളിലാണ് കൈവെക്കുന്നത്, ലത്തീൻ റീത്തിൽ വലത് കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. ഈ നിമിഷം മുതൽ എന്നാണ് പറഞ്ഞത്. അപ്പം ആ പള്ളിയിൽ വെച്ച് പറഞ്ഞ ആ നിമിഷം തുടങ്ങിയുള്ള കാര്യങ്ങൾ മാത്രം മതി. അതിന് മുൻപുള്ള കാര്യങ്ങൾ എവിടെ മോചിച്ചു? കെട്ടുകുമ്പസാരത്തിൽ തീർന്നു. അച്ഛൻ ചെറിയൊരു ഉദാഹരണം പറയട്ടെ. മസ്കറ്റിൽ സലാല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഞാൻ ഈ കെട്ടുകുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞ് പുറത്തിറങ്ങിയ ഉടനെ ഒരു 55 വയസ്സുള്ളൊരു സഹോദരൻ വന്നെ കെട്ടിപ്പിടിച്ച് കരയണേ. ഞാൻ ചോദിച്ചു, എന്താ? അച്ഛൻ കുറച്ച് മുമ്പ് കെട്ടുകുമ്പസാരം ചോർത്തരുത്, പറയരുതെന്ന് പറഞ്ഞില്ലേ? അത് ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ച എൻ്റെ ഭാര്യയും മക്കളും നാട്ടിലേക്ക് പോയച്ചാ. ഞാൻ ചോദിച്ചു, എന്താ പറ്റിയത്? ഞങ്ങളുടേത് ഒരു ലവ് മാരേജ് ആയിരുന്നു. അവൾ ബോംബെയിലൊരു നേഴ്സായിരുന്നു. എനിക്ക് ഈ മധ്യവയസ്കിലൊരു സംശയം വന്നു. ഈ 40-45 എന്ന് പറഞ്ഞത് ഒരു ക്രൈസിസ് പീരീഡാണ് സൈക്കോളജിയിൽ. ദാമ്പത്യ ജീവിതത്തിൽ ഈ 40, 45, 50 എന്ന് പറഞ്ഞൊരു ക്രൈസിസ് പീരീഡാണ്. അതായത് ആർത്തവ വിരാമത്തിൻ്റെയൊക്കെ സമയം. ആ സമയത്ത് ചില ഭാര്യമാർക്ക് ഭർത്താവിനോട് സംശയം തോന്നും, ഭർത്താക്കന്മാർക്കും അതുപോലെ തോന്നും. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ഈ പ്രശ്നമുള്ളത്. അപ്പം ഇയാൾക്ക് ഭാര്യയോട് സംശയം. എന്നിട്ട് ഇയാൾ കുത്തി ചോദിക്കും, എടി ബോംബെയിൽ വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ? ചുരുക്കി പറഞ്ഞാൽ ബോംബെയിൽ വെച്ച് നടന്ന ഒരു കുമ്പസാര രഹസ്യം ഷെയർ ചെയ്തു. അതോടുകൂടി ഇയാളുടെ പിള്ളേരല്ല, ഒരാണും ഒരു പെണ്ണുമുണ്ട്, ജാരസന്തതികളാടി. നീ ബോംബെ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്തതല്ലേ, ഇത് എൻ്റേതൊന്നുമല്ല, ഇതെങ്ങനെയൊക്കെ ഉണ്ടായതാ, നീ നേഴ്സല്ലേ, നിനക്ക് എല്ലാ പരിപാടിയും അറിയാല എന്ന് പറഞ്ഞ് കുത്തുവാക്ക് പറയും. രാത്രിയായിട്ട് ഇയാളെ ഷോളിട്ട് കഴുത്തെ പിടിക്കും. ഇയാള് ഒരു ഭ്രാന്തനെ പോലെ ഷോളിട്ട് കഴുത്തെ മുറുക്കും, പിള്ളേരുടെ കഴുത്തിൽ മുറുക്കും. പേടിച്ചിട്ട് അവർ പോയി കളഞ്ഞതാ. എന്നിട്ട് ഈ മനുഷ്യൻ പറഞ്ഞു, അച്ഛാ കുമ്പസാര രഹസ്യം ചോർത്തിയതാണ് എൻ്റെ കുടുംബജീവിതത്തിലെ ട്രാജഡി. അതുകൊണ്ട് അച്ഛൻ പേരൊന്നും പറയണ്ട, അച്ഛനിത് പറയണം, കല്യാണം കഴിക്കുന്ന ആൾക്കാരോട് പറയണം, ഒരിക്കലും എത്ര സ്നേഹമാണെങ്കിൽ പോലും കുമ്പസാരത്തിൽ പറഞ്ഞത് ഒരിക്കലും ഷെയർ ചെയ്യരുത്. ഇതൊരു അറിവായിരിക്കട്ടെ ചെറുപ്പക്കാർക്കും വീട്ടിലിരുന്ന് ധ്യാനിക്കുന്നവർക്കും. ഓക്കെ, ഇനി താലിയെക്കുറിച്ച് അച്ഛൻ പറയാം, മരിച്ചാൽ മാത്രമേ മാറ്റാവൂ. ഈ താലി എന്ന് വെച്ചാൽ മരിച്ചാൽ മാത്രമേ മാറ്റാവൂ. ഇപ്പോൾ ഇവിടെയും നൊവേന കേന്ദ്രങ്ങളിലൊക്കെ നെൽസൺ ജോബച്ചൻ പോണെയാണ്. അവിടെ നേർച്ച എണ്ണുമ്പോൾ കുറേ താലി കിട്ടും. അപ്പോൾ ഈ താലി മരിച്ചു കഴിയുമ്പോൾ ചില അമ്മച്ചിമാർ ഇപ്പോൾ ഡിവോഴ്സ് ആയാലും കൊണ്ടുപോയിടും, അല്ലെങ്കിൽ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞാൽ താലി കൊണ്ട് നേർച്ചപ്പെട്ടിയിലിടും. അത് പഴയൊരു കഷ്ടമാണ്. കരുണമെന്നും പറയുന്നൊരു സിനിമയുണ്ട്, അതിൻ്റെ അകത്ത് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ താലി മരിച്ചാൽ മാത്രമേ മാറ്റാവൂ. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ എങ്ങനെയാണ്? ഇപ്പോൾ ഭയങ്കര ഫാഷനല്ലേ, എല്ലാം ഇപ്പോൾ സെറ്റാണല്ലോ. സെറ്റ് മാസ്ക് സെറ്റാണല്ലോ. ഇപ്പം മാസ്ക് പോലും സെറ്റാണ്, നഖം സെറ്റ് കിട്ടും, എല്ലാം കിട്ടും, മുഖവും കിട്ടും സെറ്റ്. അപ്പോൾ ഇപ്പം എങ്ങനെ? പച്ച ചെരുപ്പ്, പച്ച ചുരിദാർ, പച്ച ഷോള്, പച്ച വള, പച്ച കൊന്ത, പച്ച മൂക്ക് കുത്തി, പച്ച പല്ലുകുത്തി, പച്ച സ്ലൈഡ് കുത്തി,
മൊത്തം പച്ചപ്പാണ്. അപ്പോൾ ഇത് ചേരൂലല്ല, പച്ചക്കല്ലുമാല. താലി അങ്ങോട്ട് മാറ്റിയിട്ട് പച്ച ഇട്ടു വന്ന ആൾക്കാരുണ്ട്, പച്ചപ്പ് കാണിച്ചു വന്ന ആൾക്കാരുണ്ട്. നിങ്ങളല്ലേട്ടാ, നിങ്ങളല്ല, മറിച്ച് നമ്മുടെ കത്തീഡ്രൽ ദേവാലയം വലിയ വലിയ വൻതോക്കുകൾ വരുന്ന സ്ഥലങ്ങളാണ്. വൻതോക്കുകൾ, രത്നങ്ങളും പൗലൊക്കെ ഇട്ടുകൊണ്ട് വരും. ഈ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും വളരെ ലാഘവത്തോടെ ഈ താലി മാറ്റിയിട്ട് ഈ മേടിച്ചു വെച്ചേക്കുന്ന നെക്ലേസൊക്കെ ഇട്ടിട്ട് നെറ്റിപ്പട്ടം കെട്ടി ആനനെ പോലെ വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഇത് അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് ഞാൻ പറയുള്ളൂ. അറിവില്ല, ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ഐ ഡോണ്ട് അക്യൂസ്. അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആ സെറ്റിടാൻ വേണ്ടിയിട്ട് താലി മാറ്റും. അത് ചെയ്യരുത്. നിങ്ങൾ എന്ത് വേണമെങ്കിലും ഇട്ടോ, പക്ഷെ അതിനോടൊപ്പം താലി ഉണ്ടാവണം. ആ ചെറിയ കുരിശ് മാറ്റിക്കൊണ്ടുള്ള ഒന്നും ചെയ്യരുത്. അപ്പച്ചന്മാരുടെ അറിവിന് വേണ്ടി താലി മാറ്റിയാൽ ഭർത്താവ് മരിച്ചതിന് തുല്യമാണ്. അപ്പം താലിയില്ലാത്ത ഭാര്യയുടെ കൂടെ പോണത് ശവം എടുത്തോണ്ട് പോണതിന് തുല്യമാണ്. ക്ലിയർ ആയില്ല? അപ്പം എൻ്റെ പൊന്നു ചേച്ചിമാരെ, അനുജത്തിമാരെ, ഈ അറിവ് അച്ഛൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ താലി മാറ്റി കളിക്കല്ലേ. അടുത്തത് മോതിരമാണ്. മോതിരം 5 വിരലിന് പേരിട്ടിട്ടുണ്ട്. ഇതെന്ത് വിരലാണ്? തള്ളവിരൽ. ഇതെന്ത് വിരലാണ്? ചൂണ്ടാണി വിരൽ. നടുവിരൽ, മോതിര വിരൽ, ചെറുവിരൽ. നേഴ്സറി ക്ലാസ്സിൽ വെറുതെ പഠിപ്പിച്ചതല്ല, അർത്ഥമുണ്ട്. ഇടത്തെ കയ്യിൽ ഈ മോതിര വിരലിലാണ് വിവാഹ അവസരത്തിൽ ജോസഫിൻ്റെ മോതിരം മേരിക്കും മേരിയുടേത് ജോസഫിനും കൊടുക്കുന്നത്. ശരിയല്ലേ? അതിൻ്റെ അർത്ഥം എന്താണ്? നെഞ്ചോട് ഹൃദയത്തോട് ഹൃദയം ചേർന്നിരിക്കാം. പഴയ പാട്ടില്ലേ, ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ ശകുന്തളെ ഓർമ്മ വരും. ആ ശാകുന്തളത്തിൽ എന്താണ്? ദൂഷ്യന്തൻ ശകുന്തളക്ക് കൊടുത്തത് എന്താണ്? മോതിരം. അതെന്ന് നദിയിൽ കൈമോശം വന്നു പോയോ, ഭർത്താവ് ഭാര്യയെ മറന്നുപോയി. അപ്പം ചൈനക്കാരുടെ ഇടയിലൊരു വിശ്വാസമുണ്ട്. അതായത് നമ്മുടെ ഈ കൈ ഇങ്ങനെ എടുത്തോ, കൈ എടുത്തിട്ട് നടുവിരൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ തള്ളവിരൽ വിടർത്താം, ചൂണ്ടാണി വിരൽ വിടർത്താം, മോതിര വിരൽ വിടർത്താൻ പറ്റൂല. അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ചൈനക്കാരുടെ ഇടയിൽ ഉള്ള വിശ്വാസമാണ്. അപ്പോൾ ആ ഈ കാണുന്ന വിരൽ നമുക്ക് വിടർത്താൻ പറ്റില്ലതേ. ഇങ്ങനെ പിടിച്ചേ, കുച്ചിപ്പിടിയല്ലേട്ടാ, കത്തി അതല്ല. ഇത് ഇങ്ങനെ പിടിച്ചേ, ഇങ്ങനെ പിടിക്ക്. പിടിച്ചോ, ഉറക്കമൊക്കെ പോട്ടെ. അപ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് നടുവിരൽ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ഈ എന്നിട്ട് തള്ളവിരൽ വിടർത്താം, ചൂണ്ടാണി വിരൽ വിടർത്താം, ഈ ചെറുവിരൽ വിടർത്താം. അതിൻ്റെ അർത്ഥം എന്താണ്? എന്താ? മാതാപിതാക്കളെ വിട്ട്, എന്താ? തള്ളവിരലെന്നാ തള്ള. മാതാപിതാക്കളെ വിട്ട് ചേട്ടനും ചേച്ചിയും പോകും, കുഞ്ഞുങ്ങളും പോകും, അവരൊരു ശരീരമായി തീരും. ഇരുമയ്യനും മനമൊന്നായി മരണം വരെയും നിങ്ങൾ പിരിയാതെ. ആ പാട്ടറിയാല? വൈപ്പിൻകരയുടെ എഴുതിയാണേ, മറ്റേ സാധനത്തിൻ്റെ ഈ നാട്. അതിൽ ഈ പാട്ട് കിടപ്പുണ്ട്. വൈപ്പിൻകരയുടെ പാട്ടാണ് അല്ലേ ആ ഈ നാടെന്നും പറഞ്ഞ്. അതിൻ്റെ സുന്ദരമായിട്ട് ആ ഒരു പാട്ടുണ്ട്. ഇരുമയെന്നാലും മനമൊന്നായി മരണം വരെയും പിരിയാതെ ആശ നിരാശകൾ എന്ന് പറഞ്ഞ നല്ല വാക്കുകളാണ്, ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ 2 കാര്യം പറഞ്ഞു. താലിയുടെ അർത്ഥവും പറഞ്ഞു, മോതിരത്തിൻ്റെ അർത്ഥം പറഞ്ഞു. അടുത്തത് വിരിപ്പാവ്. അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വിരിപ്പാവിൻ്റെ അർത്ഥം എന്താണ്? അതല്ലേ ആദ്യമായിട്ട് ധരിക്കാൻ പോണത്? ഈ മണവാട്ടിയുടെ ഡ്രസ്സ് കഴിഞ്ഞിട്ട് ആദ്യം ധരിക്കാൻ പോണത് ഡ്രസ്സ് എന്താണ്? ആ കല്യാണ വസ്ത്രം. അതിന് വിരിപ്പാവെന്ന് പറയും, മന്ത്രകോടി എന്നും പറയും. അത് വാസ്തവത്തിൽ ഭയങ്കര അർത്ഥമാണ്. അതായത് മാമൂദീസ നൽകിയപ്പോൾ നെഞ്ചത്തൊരു വെള്ളവസ്ത്രം ഇട്ട് തന്നിട്ടുണ്ട്. അന്ന് അച്ഛൻ പറഞ്ഞു, ഇത് ക്രൈസ്തവ പദവിയുടെ അടയാളമാണ്, മലിനമാവാതെ സൂക്ഷിക്കണം. അപ്പോൾ ഇതൊരു വെർജിനിറ്റി, കന്യാത്വത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ്, വരപ്രസാദത്തിൻ്റെ അടയാളമാണ് ഈ കാര്യം. അപ്പം ഞാൻ ഈ 3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മുടെ കയ്യിൽ ഇനി കുറച്ച് സമയമുള്ളൂ, നമ്മൾ തുടരും. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം.